നൽകുന്നത് നല്ല ചിരിയാണ്. എന്നാൽ ചിരിക്ക് ഭംഗി നൽകുന്നതോ നല്ല വെളുത്ത പല്ലുകൾ. അതുകൊണ്ട് തന്നെ ദന്ത സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത് അത്തരം ചില കാര്യങ്ങൾ നമുക്ക് കാണാം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത്. ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. 24 മണിക്കൂറും സേവനം നൽകാൻ സജ്ജമായ അത്യാഹിത വിഭാഗവും ഫാർമസിയും സേവന സന്നദ്ധരായി പ്രഗത്ഭ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും കൂടാതെ നിരവധി വിഭാഗങ്ങളും ആധുനിക സൗകര്യങ്ങളോടെയുള്ള കാർ പാർക്കിംഗ്. മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ, മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്റർ, കിങ്ഡം ഓഫ് ബഹ്റൈൻ. ട്രസ്റ്റഡ് ഹെൽത്ത് കെയർ ഫോർ ലൈഫ്. ഞങ്ങളുടെ ഈ കരുതൽ നിങ്ങൾക്ക് സാന്ത്വനമാകുമ്പോൾ. ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ളത് ബഹ്റൈൻ മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ സജ്ജി എബ്രഹാമാണ്. ഡോക്ടറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ 7th ഡേയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ഓർത്തോഡോണ്ടിക്സ് ഇന്ന് വളരെയധികം ഉപയോഗിച്ചു പോരുന്ന 2 പദങ്ങളാണിത്. വളരെ സുപരിചിതമായിട്ടുള്ള 2 പദങ്ങളാണ്. എന്താണ് ഓർത്തോഡോണ്ടിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദമാക്കാം. ഓർത്തോഡോണ്ടിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സ്ട്രെയിറ്റ് ടീത്ത് എന്നാണ്. അതായത് മലയാളത്തിൽ ദന്ത ക്രമീകരണം എന്ന് പറയും. ഡെന്റിസ്ട്രി മറ്റുള്ള മെഡിക്കൽ സ്പെഷ്യാലിറ്റി പോലെ തന്നെ അതിൻ്റെ അകത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റിയാണ് ഓർത്തോഡോണ്ടിക്സ്. ഏകദേശം 100 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഓർത്തോഡോണ്ടിക്സ്. ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് നിരതെറ്റിയതും ഉദ്യതമായ പല്ലുകളൊക്കെ ബ്രേസസ് എന്നുള്ള രീതിയിൽ എന്നുള്ള അപ്ലയൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യും. അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന്, കോസ്മെറ്റിക് ആയിട്ടുള്ള നമ്മുടെ കാഴ്ചക്കുള്ള വ്യത്യാസം. പലരിലും അപകർഷതാബോധം ഒക്കെ ഉണ്ടാക്കും ഈ പല്ല് പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ. കുട്ടികളിലൊക്കെ ആണെങ്കിലും അവരെ സ്കൂളിൽ കളിയാക്കും, ചില പേര് വിളിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഈ ബ്രേസസ് കൊണ്ട് സാധിക്കും. പിന്നുള്ള ഒരു പ്രയോജനം എന്നുള്ളത് ഫംഗ്ഷനാണ്. നമ്മുടെ പലതരം ഫംഗ്ഷൻ ഉണ്ടല്ലോ, വായിക്കും, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓർത്തോഡോണ്ടിക്സ് ചികിത്സ. പിന്നെ ഓർത്തോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്ന ആൾ ഈ ഡെന്റിസ്ട്രിയിലെ ബേസിക് ഡെന്റൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു 3 വർഷം അഡീഷണൽ ആയിട്ട് MDSO MSO എടുക്കുന്ന ആളാണ് ഓർത്തോഡോണ്ടിസ്റ്റായിട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് അറിയപ്പെടുന്നത്. പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് ഈ ഒരു ചികിത്സാ രീതി എന്നുള്ളതാണ്. എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? മുതിർന്നവർക്കും ഈ ഒരു ചികിത്സാ രീതി ഫലപ്രദമാണോ? ഇത് കുട്ടികളിൽ നമ്മൾ സാധാരണ കുട്ടികളെ നോക്കുന്നത്, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് 7 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെ ആ പ്രായത്തിൽ ആദ്യം ഓർത്തോഡോണ്ടിസ്റ്റ് കാണിക്കണം. എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ, ചില പ്രോബ്ലംസ് കുട്ടികളിൽ ഉണ്ടാകുന്നത് വളരെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ പിന്നീട് ഭാവിയിൽ കൂടുതൽ പൈസ മുടക്കി കൂടുതൽ ബുദ്ധിമുട്ടി ചികിത്സിക്കുന്നതിനും ചില കാര്യങ്ങൾ നേരത്തെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മൾ ചികിത്സിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് വിടത്തേ ഉള്ളൂ. പ്രധാനമായിട്ട് എല്ലാ പല്ലുകളും വരുന്നത് 11-12 വയസ്സിലാണ്. ആ പ്രായത്തിൽ നമ്മൾ മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാൻ സാധിക്കും. പിന്നെ അഡൽസിനുള്ള ചികിത്സ, പലപ്പോഴും കുട്ടികളുടെ കൂടെ ചികിത്സയ്ക്ക് വരുന്ന പേരൻസ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പറയും, ഡോക്ടറെ ഞങ്ങളുടെ പല്ലുകൂടെ നോക്കും, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റുമോ? ഏത് പ്രായത്തിലും ചികിത്സിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് പ്രായത്തിലും ചികിത്സിക്കാം. ഒന്നേ ഉള്ളൂ, പല്ലും അതിന്റെ അനുബന്ധ മോണയും അസ്ഥിയും ഹെൽത്തി ആയിരിക്കണം, അത്രേ ഉള്ളൂ. നിര തെറ്റിയ പല്ലുകൾ അല്ലെങ്കിൽ ക്രമം തെറ്റിയ താടിയില്ലുകൾ, ഇവയുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം എന്താണ് ഡോക്ടർ? അതെ, പ്രധാന കാരണം എന്ന് പറയുന്നത് മിക്കവാറും ഒരു 50% ഹെറിഡിറ്റിയാണ്, നമ്മൾ ജനിതകമായിട്ട് കിട്ടുന്നതാണ്. കൂടാതെ പിള്ളേരിൽ ഉണ്ടാകുന്ന ഹാബിറ്റ്സ്, ചിലർ കൈ കുടിക്കും, പിന്നെ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ള പിള്ളേർ, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ഈ അഡിനോ ടോൺസിലർ എൻലാർജ്മെന്റ് ഒക്കെ ഉള്ള കുട്ടികൾ, ടോൺസിൽസിന്റെ പ്രോബ്ലം ഉള്ളവർ, അവരിലൊക്കെ ഇത് സാധാരണ ഉണ്ടായി വരാറുണ്ട്. പിന്നെ കൂടാതെ നേരത്തെ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോവുക, ആ പാൽപ്പല്ലുകൾ കൃത്യമായി സൂക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ പല്ലുകൾ വരുന്നിടത്ത് സ്പേസ് ഇല്ലാതെ വരുന്നതുകൊണ്ട് അവിടെ ഓർത്തോഡോണ്ടിക് പ്രോബ്ലം ഉണ്ടാകാൻ സാധിക്കും. താടികളിൽ കൂടുതൽ പ്രോബ്ലം ഉള്ളവർക്ക് സർജറി ചെയ്ത് ഓർത്തോഡോണ്ടിക് ചികിത്സയുടെ ഈ സർജറിയുടെ ചേർത്ത് ചെയ്ത് ശരിയാക്കിയെടുക്കാൻ പറ്റും. ഓർത്തോഡോണ്ടിക്സ് ചികിത്സ എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു ധാരണ അതിന് പല്ലെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ഒരു ചികിത്സയിൽ പല്ലെടുക്കേണ്ടതായിട്ട് വരാറുണ്ടോ? പല്ലെടുക്കേണ്ടത് അത്യാവശ്യമാണോ? അത് എല്ലാ കേസിലും നമ്മൾ പല്ലെടുക്കേണ്ട ആവശ്യം ഉണ്ടാകാറില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന, നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് ഒരു 50% ആളുകൾക്ക് പല്ലെടുത്തുള്ള ചികിത്സയുടെ ആവശ്യം വരും. എന്തുകൊണ്ട് പല്ലെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാരിൽ കാണുന്ന പ്രധാനമായ ദന്ത പ്രശ്നം, ഈ ഓർത്തോഡോണ്ടിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഉന്തിയ പല്ലുകളും നിരതെറ്റിയ പല്ലുകളും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ പല്ലുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ആ മോണയിലോ അസ്ഥിയിലോ സ്ഥലം കാണില്ല. അപ്പൊ ആ സ്ഥലത്തേക്ക് പല്ലുകളെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു യൂണിറ്റ് എടുത്ത് മാറ്റിയിട്ട് ആ സ്പേസ് കംപ്ലീറ്റ് അടയ്ക്കും. ഇത് ചികിത്സ കഴിയുമ്പോൾ പല്ല് നിരന്നിരിക്കുകയും ചെയ്യും, ആ സ്പേസ് കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയും ചെയ്യും. അത് നമ്മൾ ഓഫ് ഹാൻഡായിട്ട് പല്ലെടുക്കുകയല്ല ചെയ്യുന്നത്.
നമ്മൾ അതിൻ്റെ പേഷ്യൻറ്റിൻ്റെ എക്സ്റേ എടുത്ത് ഒരു ലാറ്ററൽ എക്സ്റേ എന്ന് പറയും, അതെടുത്ത് പഠിച്ച് പേഷ്യൻറ്റിൻ്റെ മോഡലും എടുത്ത് പഠിച്ചിട്ട് എത്രമാത്രം പല്ല് പുറകോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓഫ് ഹാൻഡ് ആയിട്ട് എല്ലാവരും പല്ലെടുക്കത്തില്ല. അപ്പോൾ എടുക്കുന്നത് തീർച്ചയായിട്ടും ചിന്തിച്ച് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ പല്ലെടുക്കുന്നതിന് പേടിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സാധാരണയായി എല്ലാവരും ഡോക്ടേഴ്സിനെ സമീപിക്കുക. പല്ലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഡോക്ടർ? ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണോ? അതെ, എല്ലാ പല്ല് എന്നുള്ളത് നമ്മളങ്ങനെ ഒരു തീർത്തും തിരസ്കരിച്ചിടേണ്ട ഒരു കാര്യമല്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് പല്ല് ഹെൽത്തി ആയിട്ടിരിക്കും. അതിന്റെ പ്രയോജനം വളരെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് മോണരോഗങ്ങളൊക്കെ വളരെ കൂടുതൽ സിസ്റ്റമിക് രോഗങ്ങളിലേക്ക്, അത് വേറെ മറ്റുള്ള രോഗങ്ങളിലേക്കൂടെ പകരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ റിസർച്ചുകളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് 6 മാസത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തെങ്കിലും ഒന്ന് ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. UAE Exchange 7 Dayയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ